ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് വീഡിയോ കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ നമ്മുടെ സ്കൂൾ തുറക്കുകയാണ് ഗൈസ്. 6-ാം തീയതിയാണ് നമ്മുടെ സ്കൂൾ തുറക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഫസ്റ്റത്തെ സ്കൂളിൽ പോകണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. +1-ലാണല്ലോ ഞാൻ, അറിയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറേ കാര്യപരിപാടികളാണ് നാളെ. അതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ മാക്സിമം നോക്കുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി ബാക്ക് ടു വീഡിയോയിലേക്ക് വരുമ്പോൾ, നമ്മളിവിടെ നമ്മുടെ വീട് പണിയുടെ സ്ഥലമാണല്ലോ, അവിടെ നമ്മൾ ഫുള്ള് കോബിൾ സ്റ്റോൺ നിറയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എത്രയൊക്കെ കുത്തിയിരുന്ന് മൈൻഡ് ചെയ്തിട്ടും കോബിൾ സ്റ്റോൺ കിട്ടുന്നില്ല. സോ ഞാൻ ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് ഫുള്ള് നമ്മുടെ വുഡ് തന്നെ ആക്കാൻ വെച്ചു. കാരണം എല്ലാതും വുഡാണ്. സോ ഇതും വുഡാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാവും തോന്നില്ല. ഓക്കെ, അപ്പം അത് വിചാരിച്ചു. പിന്നെ എൻ്റെ വീടിൻ്റെ ഐഡിയ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ചുമ്മാ ആണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വീട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ബിൽഡ് ചെയ്തു കേട്ടോ. ഞാൻ കൂടുതൽ ബിൽഡിങ്ങിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല. സോ ഇങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പില്ലേഴ്സൊക്കെ സെറ്റ് ചെയ്തു. ഇനി എനിക്ക് മേൽക്കൂരയാണ് സെറ്റ് ചെയ്യുള്ളത്. എനിക്ക് അങ്ങനെ ഫില്ലേഴ്സ് ഓക്കെ ഇങ്ങനെ മാപ്പായിട്ടുണ്ട് കേട്ടോ. മാപ്പിൻ്റെ കാര്യത്തിലൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. റൂഫിനാണ് ഇനി പണിയുള്ളത്. എനിക്ക് റൂഫ് പണി ഒട്ടും അറിയില്ല. സോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് നന്നായിട്ട് പണിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇങ്ങനെയാണ് വരുന്നത് ലുക്കിംഗ് ഗുഡ് എന്ന് തോന്നുന്നു. ഇനിയും ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇനി നമുക്ക് റൂഫിൻ്റെ പണിയിലേക്ക് പോകട്ടെ. ഇച്ചിരി വലിയ റൂം പോലെ ഉണ്ട് കേട്ടോ. നോക്കാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 സൈഡിലും ഇതുപോലെ റൂഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സാധനം ഒരു ഹൈറ്റിൽ വയ്ക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ മറ്റേ സ്റ്റെയർസ് വെച്ചിട്ട് മേൽക്കൂര പണിയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പണിയുന്നുണ്ട്. കണക്കുകളൊന്നും ശരിയായിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ഏകദേശമൊക്കെ പെർഫെക്റ്റ് ആക്കാൻ നോക്കി. ഇപ്പോൾ ഇതേപോലെ 3 സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഞാൻ ഓപ്പൺ ആക്കി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഡോറൊന്നും വെക്കുന്നില്ല, ബിക്കോസ് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കുറേ വുഡിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കണം. സ്ലാബ്, സ്റ്റെയർസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് സീനില്ല, സ്റ്റിൽ പറ്റുന്ന പോലെ ചെയ്തു. എനിക്ക് കുറേ സ്പ്രൂസ് കിട്ടി. അപ്പോൾ ഞാൻ സ്പ്രൂസും അതുപോലെ തന്നെ നമ്മുടെ സാധാ ഓക്കിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഡാർക്ക് ഓക്ക് 2-3 തന്നെ കിട്ടിയിട്ടുള്ളൂ. ഉള്ളതിൽ ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെ 3 സൈഡിലും മേൽക്കൂര പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 10,000 വട്ടം പറഞ്ഞു എനിക്ക് പ്ലാനൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും സ്റ്റിൽ പ്ലാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയൊക്കെയാണ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ കാണാൻ ഏകദേശമൊക്കെ കൊള്ളുന്ന പോലെ ആക്കിയെടുക്കണം എന്നൊരു തോട്ടും എനിക്കുണ്ട്. സോ 3 സൈഡിൽ ഞാൻ റൂഫ് സെറ്റ് ചെയ്ത് ഇനി അതെല്ലാം കണക്ട് ചെയ്ത് ടാബ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ പൊട്ടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ്. ബിക്കോസ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യ. അപ്പം അവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എല്ലാവരും ചെയ്യാമല്ലോ. സോ അതുകൊണ്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഞാൻ എടുത്തിട്ട് ആ ഒരു അകത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഗൈസ്, ഈ ഇത്രയും മുകളിൽ പില്ലേഴ്സ് കയറി നിൽക്കുമ്പോൾ ഈ ഒരു വേൾഡ് കാണാൻ എന്തോ ഒരു ഭംഗി തോന്നുന്നുണ്ട് അല്ലേ. വല്ലാത്ത ആ റൗണ്ടൊക്കെ കാണുമ്പോൾ ശരിക്കൊരു വൈബുണ്ട് കാണാൻ. ഞാൻ ഇന്നാണ് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. കൊള്ളാം തോന്നുന്നു. ആൻഡ് ആ ഒരു സൈഡിൽ കണ്ടോ, അത് കുറച്ച് ഫില്ല് ചെയ്തോളാം. പിന്നെ കൂടുതൽ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം ഇത് 2 വട്ടം ഞാൻ പൊട്ടിച്ചിട്ടാണ് പിന്നെയും പണിഞ്ഞത്. ബിക്കോസ് കുറച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ, അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ പണിഞ്ഞാണ്. സോ അതുകൊണ്ട് വലിയ ഭംഗിയുണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്, ലുക്കിംഗ് ഗുഡ്, അത് മതി. അപ്പം ആ സൈഡിലും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിലൊന്നും കണ്ടില്ല കേട്ടോ. ചുമ്മാ എൻ്റെ മൈൻഡിൽ തോന്നിയ പോലെ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ സ്ലാബ് യൂസ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സ്ലാബ് യൂസ് ആയിട്ടോ. ഞാനാണെങ്കിൽ തികയോന്നൊരിതുണ്ടായിരുന്നു, പക്ഷെ ഓക്കായതുകൊണ്ടും ഞാൻ ട്രീ ഫാം പണിഞ്ഞതുകൊണ്ടും എനിക്ക് പെട്ടെന്ന് കുറേ കിട്ടി. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
പ്ലസ് ഞാനാണെങ്കിൽ ഇവിടെ ഈ ഒരു പാത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് ഓക്ക്, അതാണ് ഈ ഒരു ഫ്രണ്ട് വെച്ചിട്ടുള്ളത്. ഇനി അതുപോലെ ആ ഒരു സൈഡിലൊക്കെ ചെയ്യാണ്ട് കേട്ടോ, അതൊക്കെ സ്റ്റിൽ ലോഡിങ് ആണ്. ആൻഡ് ഇതൊക്കെയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഏകദേശം ലുക്കിംഗ് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫർണിച്ചേഴ്സ് ആഡ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും, സോറി ഫോർ ദാറ്റ്. ആൻഡ് ഞാൻ വിചാരിച്ച അത്ര ടൈമൊന്നും എടുത്തില്ല, എന്നാലും സ്റ്റിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. കുറച്ചധികം ഷോർട്ടാണ്, ബട്ട് സീനില്ല അല്ലേ? ഇല്ല, ഗുഡാണ്. അപ്പോൾ അടുത്ത വഴി കാണാതിരിക്കും. ബൈ.